What's up guys, I'm Cyril. Welcome to my channel Techbromalayalam YouTube channel. ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവോമിയുടെ കമ്പനിയായ പോക്കോ C3 എന്ന ഫോണിന്റെ സ്പെസിഫിക്കേഷൻ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായി കാണാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയാം. MediaTek Helio G80 ആണ് ഇതിൻ്റെ പെർഫോമൻസ്. ഡിസ്പ്ലേ 6.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയും നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് 32 GB-യും 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നൽകുന്നത്. ടോട്ടൽ 4 ക്യാമറയാണ് റിയർ കൊടുത്തിരിക്കുന്നത്. 5020 mAh ബാറ്ററിയും നൽകിയിട്ടുണ്ട്. ഇത് റാം 3 GB റാമാണ്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ നൽകിയിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് സെൻസർ, പോസിബിൾ സെൻസർ, ആക്സോമിൻ്റെ സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഫിംഗർപ്രിന്റ് സെൻസർ സൈഡിലാണ്, റിയറിലാണ് കൊടുത്തിരിക്കുന്നത്. ക്വിക്ക് ചാർജിങ്ങും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് V10 നൽകിയിട്ടുണ്ട്. സിം സ്ലോട്ട് ഡ്യുവൽ സിമ്മുമാണ്. നെറ്റ്വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4G, 3G, 2G ഉള്ള നെറ്റ്വർക്ക് കണക്റ്റിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ടർ അല്ല. ഓഡിയോ ജാക്ക് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. ലൗഡ് സ്പീക്കർ നൽകിയിട്ടുണ്ട്. ചിപ്പ് സെറ്റ് MediaTek Helio G80 ആണ്. ഗ്രാഫിക്സ് മാലി G52 ആണ്. പ്രോസസർ Octa Core 2 GHz ഡ്യുവൽ കോർ Cortex A75 ആണ്. ഗെയിമിംഗ് ഫോണായിട്ടാണ് പോക്കോ ഇറക്കിയിരിക്കുന്ന ഈ C3 ഗെയിമിങ്ങിന് മാത്രമായിട്ട് നൽകിയിരിക്കുന്നതാണ്. ക്യാമറ പെർഫോമൻസ് കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിൻ്റെ റാമിനെ കുറിച്ച് പറയാം. റാം 3 GB റാമുമാണ്. സ്റ്റോറേജ് 32 GB ആണ്. നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. 512 GB വരെ നമുക്ക് എക്സ്പാൻഡബിൾ കിട്ടുന്നതാണ്. ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാഡ് ക്യാമറയുമാണ്. ഫ്രണ്ട് ക്യാമറ സിംഗിൾ ക്യാമറയുമാണ്. ഡിജിറ്റൽ സൂമും ഓട്ടോ ഫ്ലാഷും ഫേസ് ഡിറ്റക്ഷനും ടച്ച് ഫോക്കസും ക്യാമറ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഇമേജ് റെസൊല്യൂഷൻ 4128x3096 ആണ് ഇതിൻ്റെ പിക്സൽസ്. ഓട്ടോ ഫോക്കസ് നൽകിയിട്ടുണ്ട്. ഷൂട്ടിംഗ് മോഡ്സ് കണ്ടിന്യൂസ് ഷൂട്ടിങ്ങും ഹൈ ഡൈനാമിക് റേഞ്ച് മോഡും നൽകിയിട്ടുണ്ട്. നമുക്കിൻ്റെ ക്യാമറ റെസൊല്യൂഷനെ കുറിച്ച് പറയാം. 13 മെഗാ പിക്സലിൻ്റെ പ്രൈമർ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും നൽകിയിട്ടുണ്ട്. ഫ്ലാഷ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ പ്രൈമർ ക്യാമറയും നൽകിയിട്ടുണ്ട്. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി റീപ്ലേസ്മെൻ്റ് അല്ല, ടൈപ്പ് Li അയോൺ ആണ്. ക്വിക്ക് ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. ഫാസ്റ്റാണ്. USB Type C ആണ്. കപ്പാസിറ്റി 5020 mAh ബാറ്ററിയാണ്. 8499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഇത് ലോഞ്ച് ആയിട്ട് ഇല്ല ഒഫീഷ്യലി. ഒക്ടോബർ 23 ഇത് ലോഞ്ച് ആവുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ എഴുതുന്ന ലേറ്റസ്റ്റ് ഫോണുകളുടെ റിവ്യൂവും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.